കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട ഒരാൾ മരിച്ചപ്പം സ്ഥാനാർത്ഥി വന്ന് കരഞ്ഞതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ. അതിൽ ഞാൻ കാണിച്ച സ്ഥാനാർത്ഥി മാറിപ്പോയിരുന്നു കേട്ടോ. എലക്ഷൻ കഴിഞ്ഞ പിറ്റേ ദിവസം ഒരു മനുഷ്യനെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചതാണ്. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. അപ്പം അവിടെ കൂടെ ജോലി നിൽക്കുന്നവരും അയൽവാസിയാണ് കൊണ്ടുവന്നത്. ഈ മരിച്ച ആളുടെ റിലേറ്റീവ്സ് ഒന്നുമില്ലായിരുന്നു. അപ്പം നമ്മളിങ്ങനെ അവർ വിളിച്ച് ചോദിച്ചു ആരാ വരാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഒരാൾ ഓടിയെത്തി. വണ്ടി വളരെ സ്പീഡിൽ വന്ന് അവിടെ പാർക്ക് ചെയ്തു. ഓടി വന്നു ഈ മനുഷ്യനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ആ മനുഷ്യനോട് കാണുന്നത് തേങ്ങി തേങ്ങി കരയാണ്. കഴിഞ്ഞോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ട് തേങ്ങി കരയാണ്. എന്നിട്ട് ഒരു പകുതി ബോധം നഷ്ടപ്പെട്ടതിൽ തൊട്ടടുത്ത് കട്ടിലേക്ക് അവരെ കിടത്തി. ഞാൻ ചോദിച്ചു ആരാണ് ഈ മരിച്ച മനുഷ്യൻ്റെ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് അവിടുത്തെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു. എലക്ഷൻ വോട്ടിങ്ങിൻ്റെ തലേ ദിവസമല്ല, വോട്ടിങ് കഴിഞ്ഞ് പിറ്റേ ദിവസം. അപ്പോൾ വോട്ടിങ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു സ്ഥാനാർത്ഥി ഇങ്ങനെ വരുന്ന കരഞ്ഞത് കണ്ടപ്പം, ആ ഒരു വോട്ടറെ ചേർത്ത് പിടിച്ച് കണ്ടപ്പം ഞാൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, ഈ മനുഷ്യൻ ഏത് വാർഡിലായിരിക്കും മത്സരിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു. ആളെനിക്ക് പരിചയമുണ്ട്, പക്ഷെ എവിടെയാണ് മത്സരിക്കുന്നത്, അവരുടെ രാഷ്ട്രീയം എന്താണ്, പാർട്ടി ഏതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പ്രാർത്ഥിച്ചു, ഈ മനുഷ്യൻ ഒരു മെമ്പറായി വരട്ടെ എന്ന്. പിന്നെ ചിഹ്നം നോക്കിയപ്പം കൈപ്പത്തി ചിഹ്നമാണ് കണ്ടത്. അപ്പോൾ എൻ്റെ ഒരു വ്യൂവിൽ കൈപ്പത്തി ചിഹ്നത്തിന് പ്രസക്തി ഇല്ല എന്നാണ് വോട്ടിങ്ങിൻ്റെ തലേന്ന് വരെ ഞാൻ ചിന്തിച്ചത്. ജയിക്കില്ല എന്നായിരുന്നു, പാവം ജയിക്കില്ലല്ലേ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ. എന്തെങ്കിലും അവസാനം പിറ്റേ ദിവസത്തെ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പം ഈ ഒരു വിജയം കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അതായിരിക്കണം ഒരു രാഷ്ട്രീയക്കാർ ഒരു മെമ്പറായാലും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലൊക്കെ അത് ജയിച്ചോ ജയിച്ചില്ലേ എന്നുള്ളതല്ല. അതാണ് ജയം വന്ന് മെമ്പറായതിന് ശേഷമല്ല, അന്നതിന് മുമ്പാണ്. ഇതുപോലെ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മനുഷ്യരാണ് ഈ സ്ഥാനാർത്ഥികളായി മത്സരിച്ച എല്ലാവരും. കുറച്ച് പേര് ജയിച്ചു പഞ്ചായത്തിൻ്റെയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും ഔദ്യോഗിക ഭാരവാഹികളാകുമ്പോൾ മറ്റു പേര് അനൗദ്യോഗികമായിട്ട് ജനങ്ങളെ സേവിക്കേണ്ടവരെ അവിടെ വിജയിച്ച് നിൽക്കുന്നതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ആവണം. ആ ഒരു മെമ്പർക്ക് ഞാൻ പ്രത്യേകം ആശംസ കൈമാറാണ്. പറയാൻ കുറച്ച് വൈകിപ്പോയി, ചില സാഹചര്യം കൊണ്ട് ഇത്തരം ബ്ലോഗുകൾ ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് ഡിലേ വന്നു. ഓക്കെ.